സമുദ്രനിരപ്പിൽ നിന്ന് 7000-ത്തിലധികം അടി ഉയരത്തിൽ പളനി കുന്നുകളുടെ മടിത്തട്ടിൽ മഞ്ഞു പുതച്ചുറങ്ങുന്ന ഒരു സുന്ദരി. നമ്മളവളെ മലനിരകളുടെ രാജകുമാരി എന്ന് വിളിക്കുന്നു. പക്ഷേ ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഈ മണ്ണിൽ അധികം ആരും തിരിച്ചറിയാത്ത ചില നിഗൂഢതകളുണ്ട്. അതെ, ഇവിടെ വസിച്ചിരുന്ന ആദിമ ഗോത്രവർഗക്കാർ ഗുഹകളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ. ആണ്ടുകൾക്ക് മുൻപ് ഒരു തടാകത്തിനടിയിൽ മുങ്ങിപ്പോയ കഥകൾ, ഇന്നും ഉത്തരം കിട്ടാത്ത ചില തിരോധാനങ്ങൾ. എന്താണ് കൊടൈക്കനാലിൻ്റെ ആ യഥാർത്ഥ രഹസ്യം? ഈ അറിവുകളിലേക്കും സ്വാഗതം. ആൻഡ് വെൽക്കം ടു യൂണിവേഴ്സൽ ടോക്സ്. കൊടൈക്കനാലിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1845-ൽ ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അത് തെറ്റാണ്. BC 2-ാം നൂറ്റാണ്ടിൽ പോലും ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു. പളയർ പുലിയൻ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഗോത്രവർഗക്കാർ ഈ കാടുകളിൽ സ്വസ്ഥമായി വിഹരിച്ചിരുന്നു. അവരുടെ ആരാധനാരീതികളും ശിലായുഗ സ്മാരകങ്ങളും ഇന്നും കൊടൈക്കനാലിൻ്റെ ഉൾവനങ്ങളിൽ കാണാം. ആധുനിക മനുഷ്യർ ഇങ്ങോട്ടേക്ക് എത്തുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ മഞ്ഞുപാളികൾക്കിടയിൽ ഒരു സംസ്കാരം ജീവിച്ചിരുന്നു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇത്രയും ഉയരത്തിലുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുത്തത്? വെറുമൊരു വിനോദസഞ്ചാരമായിരുന്നില്ല അത്. 1800കളുടെ തുടക്കത്തിൽ മധുരയിലെ കഠിനമായ ചൂടിൽ നിന്നും പടർന്നു പിടിച്ച മാരകമായ കോളറയിൽ നിന്നും രക്ഷപ്പെടാനാണ് അവർ ഈ കുന്നുകൾ കണ്ടെത്തിയത്. 1821-ൽ ലെഫ്റ്റനന്റ് BS വാർഡ് എന്ന സർവേയർ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് നിഗൂഢമായ വനമായിരുന്നു. പിന്നീട് വന്ന മിഷണറിമാരാണ് ഇന്നത്തെ കൊടൈക്കനാലിൻ്റെ ശില്പികൾ. അവർ നട്ടുപിടിപ്പിച്ച പൈൻ മരങ്ങളും യൂക്കാലിപ്റ്റസും ഇവിടുത്തെ കാലാവസ്ഥയെപ്പോലും മാറ്റിമറിച്ചു. കൊടൈക്കനാലിലെ ഏറ്റവും അപകടം പിടിച്ചതും നിഗൂഢവുമായ ഒരിടമാണ് ഡെവിൾസ് കിച്ചൺ അഥവാ ഗുണ കേവ്സ്. 1991-ൽ ഗുണ എന്ന സിനിമയിലൂടെ ഇത് പ്രശസ്തമായെങ്കിലും അതിനും എത്രയോ മുൻപേ സഞ്ചാരികൾക്കിടയിൽ ഇതൊരു പേടി സ്വപ്നമായിരുന്നു. ആഴമളക്കാൻ കഴിയാത്ത കുടുക്കുകൾ നിറഞ്ഞ വിള്ളലുകൾ ഇവിടെയുണ്ട്. ഒരിക്കൽ അവിടെ വീണാൽ തിരിച്ചുവരവ് അസാധ്യമാണ്. ഇവിടുത്തെ നിഗൂഢതകൾ കാരണം വർഷങ്ങളോളം ഈ പ്രദേശം അടച്ചിട്ടിരുന്നു എന്നത് ഇതിൻ്റെ അപകടസാധ്യതയുടെ തീവ്രത വ്യക്തമാക്കുന്നു. ഹെൻറി ലേവിഞ്ച് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ 3 ചെറിയ അരുവികളെ തടഞ്ഞു നിർത്തി നിർമ്മിച്ചതാണ് ഈ മനുഷ്യനിർമ്മിത അത്ഭുതം. 60 ഏക്കറിലധികം പരന്നുകിടക്കുന്ന ഈ തടാകത്തിന് ചുറ്റുമുള്ള നടത്തവും സൈക്ലിങ്ങും ഇന്ന് കൊടൈക്കനാലിൻ്റെ മുഖമുദ്രയാണ്. പക്ഷേ ആ തടാകത്തിനടിയിൽ എന്തൊക്കെ അജ്ഞാതമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. നീലക്കുറിഞ്ഞു പൂക്കൾ കൊടൈക്കനാലിനെ ഒരു നീലക്കടലാക്കി മാറ്റാറുണ്ട്. പൈൻ ഫോറസ്റ്റ് ഒരു വിദേശി അതിഥിയാണെന്ന് എത്ര പേർക്കറിയാം? കപ്പൽ നിർമ്മാണത്തിനും മറ്റും ആവശ്യമായ മരങ്ങൾക്കായി ബ്രിട്ടീഷുകാർ കൊണ്ടുനട്ട ഈ പൈൻ മരങ്ങൾ ഇന്ന് കൊടൈക്കനാലിൻ്റെ ശ്വാസമായി മാറിയിരിക്കുന്നു. മഞ്ഞു പുതച്ച ഈ മലനിരകൾ വെറുമൊരു കാഴ്ചയല്ല, അതൊരു അനുഭവമാണ്. ഒട്ടേറെ രഹസ്യങ്ങളും ചരിത്രവും ഒളിപ്പിച്ചുവെച്ച രാജകുമാരി. അടുത്ത തവണ നിങ്ങൾ കൊടൈക്കനാലിലെ മഞ്ഞിലൂടെ നടക്കുമ്പോൾ ഈ കഥകൾ കൂടി ഓർക്കുക. കൊടൈക്കനാലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന രസകരമായ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൗതുകകരമായ അറിവുകൾക്കായി യൂണിവേഴ്സൽ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.